നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളാണ് ഇതിനോടകം ISRO കൈവരിച്ചിരിക്കുന്നത്. പല ആഗോള ഭീമന്മാർക്കുമിടയിൽ അല്ലെങ്കിൽ അവർക്കൊപ്പം നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു. അത് തന്നെയാണ് മറ്റുള്ള പല രാജ്യങ്ങളെയും ഇപ്പോൾ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബഹിരാകാശ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, റഷ്യ പോലുള്ള വമ്പൻ രാജ്യങ്ങൾ. അവർക്കൊപ്പം തന്നെയാണ് പുതിയ പുതിയ നാഴികക്കല്ലുകൾ നമ്മുടെ രാജ്യവും നേടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയ പദ്ധതികളാണ് ISRO ആവിഷ്കരിക്കുന്നത്. 4ാം ചന്ദ്രയാൻ ദൗത്യത്തിന് സർക്കാർ അനുമതി നൽകിയതായി ISRO ചെയർമാൻ V നാരായണൻ ഇപ്പോൾ പറയുകയാണ്. 2028 ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2027 നടക്കാനിരിക്കുന്ന മനുഷ്യരെ വഹിച്ചുള്ള ഗഗൻയാൻ ദൗത്യമാണ് ISROയുടെ ഇനിയുള്ള ഏറ്റവും പ്രധാന ദൗത്യം. എന്നാൽ അതിനു മുൻപായി ഈ സാമ്പത്തിക വർഷം തന്നെ 7 വിക്ഷേപണ ദൗത്യങ്ങൾ കൂടി ഉണ്ടെന്ന് ISRO മേധാവി PTIയോട് പറഞ്ഞു. ഒരു സ്വകാര്യ വിവരവിനിമയ ഉപഗ്രഹം ഉൾപ്പെടെ ഒന്നിലധികം PSLV, GSLV വിക്ഷേപണങ്ങളാണ് നടക്കാനിരിക്കുന്നത്. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച PSLV റോക്കറ്റ് വിക്ഷേപണവും അതിൽ ഉൾപ്പെടുന്നു. ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ചന്ദ്രയാൻ 4 തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ സങ്കീർണമായ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഒന്നായിരിക്കും അത്. ഇതുവരെ US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാക്കിയത്. മറ്റൊരു പ്രധാന ദൗത്യം ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ JAXAയുമായി സഹകരിച്ചുള്ള ലുപെക്സ് എന്ന സംയുക്ത ചന്ദ്ര ധ്രുവ പര്യവേക്ഷണ ദൗത്യമാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ തണുത്തുറഞ്ഞ ജലത്തെക്കുറിച്ച് പഠിക്കുകയാണ് ലുപെക്സ് ദൗത്യത്തിന്റെ ലക്ഷ്യം. അടുത്ത 3 വർഷത്തിനുള്ളിൽ ബഹിരാകാശ പേടക നിർമ്മാണം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ISROയ്ക്ക് പദ്ധതിയുണ്ട്. ഇന്ത്യൻ സ്പേസ് സ്റ്റേഷന് വേണ്ടിയുള്ള ജോലികൾ ISRO ആരംഭിച്ചു കഴിഞ്ഞതായും 2035ഓടെ അത് പൂർത്തിയാക്കുമെന്നും 2028ഓടെ 5 മൊഡ്യൂളുകളിൽ ആദ്യത്തേത് ഭ്രമണപഥത്തിൽ എത്തിക്കുമെന്നും നാരായണൻ പറഞ്ഞു. ഇതോടെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഗഗൻയാൻ ദൗത്യത്തിൽ ആളില്ലാത്ത ആദ്യ വിക്ഷേപണം മാത്രമാണ് മാറ്റിവെച്ചതെന്നും 2027 തീരുമാനിച്ച മനുഷ്യരെ വഹിച്ചുള്ള ഗഗൻയാൻ ദൗത്യത്തിന്റെ സമയത്തിൽ മാറ്റമൊന്നുമില്ലെന്നും V നാരായണൻ വ്യക്തമാക്കി. G1 എന്ന ആളില്ല ഗഗൻയാൻ പേടക വിക്ഷേപണം 2025 നടത്താനിരുന്നതാണ്. ഇത് നിലവിലെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് വിക്ഷേപിക്കുമെന്നാണ് കരുതുന്നത്. 2040ഓടെ മനുഷ്യരെ ചന്ദ്രനിൽ അയച്ച് തിരികെ എത്തിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. USന്റെ ആർടെമിസ് ദൗത്യവും ഇക്കാലയളവിൽ തന്നെ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. നിലവിൽ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം $820 കോടി ആണ്. 2033 ആകുമ്പോഴേക്കും ഇത് $4400 കോടി വളരുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ നിലവിൽ ഏകദേശം $63,000 കോടി എന്നും 2035 ആകുമ്പോഴേക്കും ഇത് $1,80,000 കോടി എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ ഇപ്പോൾ 450ലധികം വ്യവസായങ്ങളും 330 സ്റ്റാർട്ടപ്പുകളും സജീവമാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വെറും 3 സ്റ്റാർട്ടപ്പുകളിൽ നിന്നുള്ള വലിയൊരു വളർച്ചയാണിതെന്നും ഇത് കൂടുതൽ വളരുമെന്നും നാരായണൻ പറഞ്ഞു. ISROയുടെ പുതിയ ബഹിരാകാശ പദ്ധതികൾ ഇതൊക്കെയാണ്. ചന്ദ്രയാൻ 4 ദൗത്യം. ചന്ദ്രനിലേക്കുള്ള അടുത്ത ദൗത്യമായ ചന്ദ്രയാൻ 4 ഉടൻ വിക്ഷേപിക്കുമെന്നാണ് ISRO മേധാവി അറിയിച്ചിരിക്കുന്നത്. ശുക്രൻ ദൗത്യം. ശുക്രനിലേക്ക് ഒരു ഓർബിറ്റർ ദൗത്യം വിക്ഷേപിക്കാനുള്ള പദ്ധതികളും ISROയ്ക്കുണ്ട്. ഈ ദൗത്യം ശുക്രന്റെ അന്തരീക്ഷത്തെയും ഉപരിതലത്തെയും കുറിച്ച് പഠിക്കാൻ സഹായിക്കും. ഇന്ത്യയുടെ ബഹിരാകാശ നിലയം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം 2035ഓടെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ആദ്യ മൊഡ്യൂൾ 2028ഓടെ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചന്ദ്രനിലേക്ക് മനുഷ്യനെ. 2040ഓടെ ഇന്ത്യ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു. പുതിയ റോക്കറ്റുകൾ. അടുത്ത തലമുറയിലെ റോക്കറ്റുകൾ നിർമ്മിക്കാൻ പ്രധാനമന്ത്രി അനുവാദം നൽകിയിട്ടുണ്ട്. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സാധ്യതകളും വർദ്ധിപ്പിക്കും. 2040 ആകുമ്പോഴേക്കും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യം ISRO നിശ്ചയിച്ചിട്ടുണ്ടെന്നും ISRO ചെയർമാൻ V നാരായണൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്.
2035 ഒരു ദേശീയ ബഹിരാകാശ നിലയം, 2026 3 അൺക്രൂഡ് ഗഗൻയാൻ ദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ബഹിരാകാശ പദ്ധതികളും പരിഷ്കരണങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2025 ഡിസംബറിലെ ലക്ഷ്യത്തിന് ഹ്യൂമനോയിഡ് റോബോട്ട് വ്യാമമിത്രയുടെ സഹകരണം ഉണ്ടായിരിക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ജാർഖണ്ഡിലെ റാഞ്ചി ആസ്ഥാനമായുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെസ്ട്രിയുടെ 35ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2040 തദ്ദേശീയ ക്രൂഡ് ചാന്ദ്ര ദൗത്യത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കുകയും അവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും വേണം. ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു വീനസ് ഓർബിറ്റർ മിഷനും മോദി അംഗീകരിച്ചിട്ടുണ്ട്. 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാകുമെന്നും 2027 ബഹിരാകാശത്തെ പ്രാരംഭ മൊഡ്യൂളുകൾ പ്രവർത്തനക്ഷമമാകുമെന്നും വി നാരായണൻ പറഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ബഹിരാകാശ മേഖലയിൽ 1-2 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഉപഗ്രഹ നിർമ്മാണ, വിക്ഷേപണം, ബഹിരാകാശ അധിഷ്ഠിത ഡാറ്റ അനലിറ്റിക്സ് എന്നിവയിൽ 300-ലധികം മേഖലകൾ പ്രവർത്തിക്കുന്നു. കൃഷി, ദുരന്ത നിവാരണം, ടെലികമ്മ്യൂണിക്കേഷൻ, തത്സമയ ട്രെയിൻ സ്റ്റാറ്റസ്, വാഹന നിരീക്ഷണം, മത്സ്യബന്ധനം എന്നിവയിൽ സാറ്റലൈറ്റ് ബേസ്ഡ് ആപ്ലിക്കേഷനുകൾക്കായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിന് ഈ മാറ്റം നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നിലകൊള്ളുന്നു. ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന ബഹിരാകാശ മേഖല രാജ്യത്തിനുണ്ട്. ചന്ദ്രയാൻ 1 ഉപയോഗിച്ച് ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയത് മുതൽ ചന്ദ്രയാൻ 3 ഉപയോഗിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ആദ്യത്തെ സോഫ്റ്റ് ലാൻഡിംഗ് വരെ ബഹിരാകാശത്ത് ഇന്ത്യ നിരവധി ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ആഗോളതലത്തിൽ 9 മേഖലകളിൽ നമ്മൾ 1ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സ്പാഡക്സ് ദൗത്യത്തിന്റെ വിജയത്തോടെ ബഹിരാകാശത്ത് ഡോക്കിങ്ങും അൺലോക്കിങ്ങും വിജയകരമായി നേടിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമത്തെ വിക്ഷേപണവും GSLV F-15 NVS-02 ദൗത്യം പൂർത്തിയാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ പദ്ധതികളും പുതിയ പഠനങ്ങളും പുതിയ ആവിഷ്കാരങ്ങളുമാണ് ISRO കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ കഴിവ് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പുതിയ പദ്ധതികളാണ് നമ്മുടെ ഭാവി തലമുറയ്ക്കായി ISRO ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ വരും വർഷങ്ങളിൽ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ISRO ചെയർമാൻ വ്യക്തമാക്കുന്നത്.